സ്ഥാനാർത്ഥി അല്ലെങ്കിലും കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിൽ VM പങ്കെടുക്കും എന്നുകൂടി അറിയുന്നു. ഷബീർ ഒമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടുകിട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും വോട്ടുള്ള ഒരു സെലിബ്രിറ്റിയെ കണ്ടെത്താൻ കോൺഗ്രസിന് ഈ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴത്തേക്ക് പ്രഖ്യാപനം ഉണ്ടാകും? സൈഫുദ്ദീൻ ജിൽസി, VM വിനുവിന് പകരം ആ നിലയ്ക്ക് താരപരിവേഷമുള്ള മറ്റൊരാളെ കൊണ്ടുവന്ന് ഇപ്പോഴുണ്ടായ നേരിട്ട തിരിച്ചടി പരിഹരിക്കാമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ നിലയ്ക്കുള്ള ചർച്ചകളൊന്നും പുരോഗതി കൈവരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഒടുവിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ, അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്നൊരു ധാരണയിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം, DCC നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട യോഗം, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട യോഗം പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിന്റെ പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ബൈജു കാളക്കണ്ടി ബൈജുവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാം, അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാം എന്ന ഒരു ധാരണയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. നേരത്തെ അവിടെയുള്ള ഇപ്പോൾ നിലവിലെ കൗൺസിലറായിട്ടുള്ള MC സുധാമണിയെ അടക്കം പരിഗണിക്കണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 തവണ അവിടെ നിന്ന് വിജയിച്ച കൗൺസിലറാണ്, വിജയിച്ച കല്ലായി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന ആളാണ്. അപ്പോൾ MC സുധാമണിയെ തന്നെ ഇറക്കാം എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന ഈ സുധാമണി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഏറ്റവും ഒടുവിൽ ബൈജു കാളക്കണ്ടി, അതായത് കോൺഗ്രസിന്റെ പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാമെന്നൊരു ധാരണയിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഇതൊരു അന്തിമ തീരുമാനമായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായതോടുകൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനവും ഈ വോട്ടില്ലാത്തതുമായി ബന്ധപ്പെട്ട് VM വിനു നേരിടേണ്ടി വന്നു. അത് സംസ്ഥാനത്തൊട്ടാകെ, കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വലിയ തരത്തിലുള്ള ചർച്ചയായി. ഇത് KPCC നേതൃത്വം കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. KPCC നേതൃത്വം DCCയോട് വിശദീകരണം തേടിയിട്ടുണ്ട് വിഷയത്തിൽ. അപ്പോൾ വലിയ തരത്തിലുള്ള നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായത്. ആ നിലയ്ക്ക് കൊട്ടിഘോഷിച്ചാണ് VM വിനുവിന് കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കും എന്നുകൂടി കോൺഗ്രസും UDF-ഉം അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാകുന്നത്. അതും മലാപ്പറമ്പ് ഡിവിഷൻ, അതായത് VM വിനുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശം എന്നത് മലാപ്പറമ്പ് ഡിവിഷനാണ്, വാർഡാണ്. അവിടുത്തെ കൗൺസിലർ UDF-ന്റെ കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം പോലും VM വിനുവിന് വോട്ടില്ല എന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള വിമർശനമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ സംവിധാനത്തിന് തന്നെ പ്രശ്നമുണ്ട് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ, താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇപ്പോഴുള്ള വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് നീക്കം. പക്ഷേ അത് വിജയിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗതാഗതമായിട്ടുള്ള UK കുമാറിനെ അടക്കം കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഒരു അന്തിമ ചർച്ച ആ നിലയ്ക്ക് സ്ഥാനാർത്ഥിയാകുന്ന നിലയിലേക്ക് അത് വലുതായിട്ടില്ല, ആ ചർച്ച വലുതായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പറഞ്ഞതുപോലെ പന്നിയങ്കര കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ബൈജു കാളക്കണ്ടിയെ സ്ഥാനാർത്ഥിയാക്കാമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ധാരണ. ഇതും അന്തിമമായിട്ടില്ല. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം. നേരത്തെ സൈഫുദ്ദീൻ തന്നെ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. നാളെ വൈകിട്ട് 3 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വേഗത്തിൽ പ്രചാരണ പരിപാടികൾ തുടങ്ങാനും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പ്രക്രിയയിലേക്ക്, നടപടിയിലേക്ക് കടക്കാനുമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. സൈഫുദ്ദീൻ.